മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിക്കാനുള്ള അവസരം കിട്ടി. അള്ളാഹുമായി സംസാരിക്കാനുള്ള ഒരു അവസരം മൂസാ നബിക്ക് കിട്ടി. എന്നാൽ നമ്മുടെ പ്രവാചകന് കിട്ടിയതോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുമായിരുന്നു, അള്ളാഹുവേ എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലാ. അല്ലാഹു മൂസാ നബിയോട് പറയുന്നു, മൂസാ തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു വരൂ മൂസാ, നിനക്കെന്നെ കാണാമെന്ന് പറയുമ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാ. എന്തിനു വേണ്ടി എന്നറിയോ? പടച്ച റബ്ബിനെ കാണണമെന്ന ആഗ്രഹത്തോടെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോ അതാ തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ പടച്ച റബ്ബിന്റെ പ്രകാശത്തിന്റെ ഒരു രശ്മി പതിഞ്ഞപ്പോ തൂർ സീനാ പർവ്വതം മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ ധൂളികളായെങ്കിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ നൂറിൽ ഒരു അംശം പ്രകാശം കണ്ടപ്പോ ഫഖറ മൂസാ സുഇഖാ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി നിലത്ത് വീണെങ്കിൽ അല്ലാഹു ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീൽ എന്റെ പ്രവാചകനെ വിളിച്ചു കൊണ്ടുവരൂ. ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തില് മഹാനായ പ്രവാചകനെ കൊണ്ടുപോകുകയാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. മഹാനായ പ്രവാചകനെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുകയാ. ഏഴാകാശവും കടന്ന് സിദ്റത്തുൽ മുൻതഹയും കടന്ന് അതാ അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലേക്ക് എത്തുമ്പോ ജിബ്രീൽ പിന്മാറുകയാ. ഇനി വരാൻ കഴിയില്ല പ്രവാചകരെ, ഇനി വരാൻ കഴിയില്ല പ്രവാചകരെ. ആരാ പറയുന്നതെന്നറിയോ? മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ ഇനി എന്നെ കൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള കഴിവില്ല നബിയേ, അതുകൊണ്ട് അങ്ങ് പോണം നബിയേ. ദഅനി തഖദ്ദമ യാ ഹബീബി ലാ തഖാഫ് അബ്സിർ തുനാസി റബ്ബകൽ ഖയ്യൂം. അങ്ങ് പോണം നബിയേ, എന്നിട്ട് അല്ലാഹുമായി സംസാരിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂലെ കടന്നുപോയി ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അല്ലാഹുവും പ്രവാചകനും അമ്പും ബില്ലും ഏതുപോലെ ഇരിക്കുമോ അതിനേക്കാളും പ്രവാചകനും അല്ലാഹുമായി അടുത്തിരുന്നു കൊണ്ട് സംസാരിച്ചു. ഈ ഒരു സംഭവത്തെ കുറിച്ച് പുത്തൽവാദികൾ പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവാ കടന്നുപോയത്, ശരീരമല്ല കടന്നുപോയതെന്ന് പറയുന്ന പുത്തൽവാദികളെ നിങ്ങൾ പഠിച്ചോ. അല്ലാഹു പോലും അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുമ്പോ പ്രവാചകനെ താറടിക്കാൻ കടന്നു വന്ന സമൂഹമേ അല്ലാഹു കാക്കട്ടെ. നാളെ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നാളെ സ്വർഗ്ഗത്തിനകത്ത് കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ള അന്യ സമുദായത്തിന്റെ ഇടയിൽ പോലും പ്രവാചകനെ നിരുത്സാഹപ്പെടുത്തുന്ന മോശമാകുന്ന രീതിയിൽ ഓരോരുത്തരും കടന്നു വരുമ്പോ നബിയേ അങ്ങയെ കുറിച്ച് ആരെല്ലാം എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിനകത്ത് അങ്ങ് എന്നും രാജകുമാരനെ പോലെ പ്രശോഭിക്കും നബിയേ. ആ പ്രവാചകൻ പോയി അല്ലാഹുവിന്റെ അടുക്കൽ സംസാരിച്ചു. വ്യക്തിത്വത്തിന്റെ പേരിൽ നമ്മൾ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനെ ആയിരിക്കും. ഏറ്റവും വലിയ വ്യക്തി പ്രവാചകൻ, അത് കഴിഞ്ഞിട്ടേ ലോകത്താരും. ഇനി മൂന്നാമത്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടാൻ തിരഞ്ഞെടുക്കുന്ന മൂന്നാമത്തെ കാരണം ഖറാബത്ത്, കുടുംബ ബന്ധം. നമ്മുടെ പിതാവിനോട് നമുക്ക് വലിയ സ്നേഹമാണ്, നമ്മുടെ മാതാവിനോട് നമുക്ക് വലിയ സ്നേഹമാണ്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ കുടുംബക്കാരോട് നമുക്ക് വലിയ സ്നേഹമാണ്. കാരണം എന്താ? അവര് നമ്മുടെ കുടുംബക്കാരാ. എന്നാൽ ഏറ്റവും വലിയ കുടുംബക്കാരൻ ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? വഉമ്മഹാത്തുൽ മുഅ്മിനീൻ.
സത്യവിശ്വാസികളുടെ മാതാവാണ് മാതാക്കന്മാരാ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു തരികയാ. അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ മാതാക്കന്മാരാ. അപ്പൊ പ്രവാചകൻ ആരാകും? നമ്മുടെ പിതാവാകും. അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി. നബിയെ, എന്റെ വാപ്പയാണോ അതല്ല എന്റെ ഉമ്മയാണോ? ഇതുപോലെ എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല നബിയേ, ഇതുപോലെ എന്റെ വാപ്പ എന്നെ സ്നേഹിച്ചിട്ടില്ല നബിയേ. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന മദീനയുടെ റൗളാ ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നായകനില്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പിതാവാ, നമ്മുടെ പിതാവാ. കുടുംബ ബന്ധത്തിന്റെ പേരിൽ നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അത് അള്ളാന്റെ റസൂലിനെ ആയിരിക്കും. അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ആരും തന്നെ യഥാർത്ഥ വിശ്വാസികളാകുന്നില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും, നിങ്ങളുടെ ഭാര്യമാരെക്കാളും, നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കാളും, നിങ്ങളുടെ സന്താനങ്ങളെക്കാളും, നിങ്ങളുടെ കുടുംബക്കാരെക്കാളും ഞാൻ ആരിലേക്ക് ഏറ്റവും പ്രിയമാകുന്നില്ലയോ അതുവരെ നിങ്ങൾ ആരും തന്നെ യഥാർത്ഥ വിശ്വാസികളല്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും, നിങ്ങളുടെ മക്കളെക്കാളും, നിങ്ങളുടെ ഭാര്യയെക്കാളും, നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കാളും ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂല് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഉമറേ, ലോകത്ത് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്റെ ശരീരം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ് നബി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഉമറിനോട് പറയുന്നു, ഉമറേ, ഈ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല ഉമറേ. ആരുടെ മുഖത്ത് നോക്കിയിട്ടാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നതെന്നറിയോ? ഉമർ കടന്നു വരുന്ന വഴിയിൽ ഇബ്ലീസ് പോലും നിൽക്കില്ല. അത്രത്തോളം പേടിയാ, അത്രത്തോളം ഈമാനിന്റെ പ്രഭയുള്ള ഉമറിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമറേ, നീ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല ഉമറേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. എന്റെ പ്രവാചകന് ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യമാ ഈ പാവപ്പെട്ട ഉമറിന്റെ പക്കൽ നിന്ന് ഉണ്ടായതെന്ന് ഓരോ കാര്യവും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലേക്ക് കൊണ്ടുവരികയാ. അവസാനം ഉമറിന് മനസ്സിലായി, എന്റെ ശരീരത്തെക്കാൾ, എന്റെ ശരീരം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണെന്ന് പറഞ്ഞ ഒരു വാക്ക് മാത്രമാ എന്റെ പ്രവാചകന് ഇഷ്ടപ്പെടാത്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖത്ത് നോക്കിക്കൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എന്റെ ശരീരത്തെക്കാൾ, എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ മക്കളെക്കാളും, എന്റെ ഭാര്യയെക്കാളും, എന്റെ കുടുംബക്കാരെക്കാളും ഏറ്റവും കൂടുതൽ ലോകത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ് നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ഇപ്പോഴാണ് യഥാർത്ഥ ഒരു വിശ്വാസി. എന്റെ ബഹുമാനമുള്ളവരെ നമ്മൾ അങ്ങനെയാകണം. അറിയോ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്പത്ത് പ്രവാചകൻ എന്ത് പറഞ്ഞാലും വാരിക്കോരി കൊടുക്കാൻ തയ്യാർ. ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രവാചകനെ സ്നേഹിച്ചതിന്റെ പേരിൽ നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നാലും ബറക്കത്തിന് വേണ്ടി ഒരു സംഭവം പറയാം. എനിക്കൊന്ന് പറയാൻ പറ്റുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാരണം അത്രത്തോളം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹാരിസ് ബദിരയുമായിട്ട് ഞാൻ കടന്നു വരുമ്പോൾ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റുമോ എന്ന് പോലും ഞാൻ വല്ലാതെ അത്ഭുതപ്പെടുക. കാരണം മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹയുടെ മഖ്ബറ ചെന്ന് സിയാറത്ത് ചെയ്തിട്ട് വന്നു ഇവിടെ നിന്ന് പറയാം. അവരുടെ സഹായം കൊണ്ട് പറയാൻ പറ്റില്ല.
നമ്മുടെ കഴിവല്ല, അവരുടെ സഹായം കൊണ്ട് പറയാൻ പറ്റും. അള്ളാഹു ആ ഒരു സഹായം മരിക്കുന്നത് വരെ നിലനിർത്തി തരുമാറായി. എന്റെ ബഹുമാനമുള്ളവരെ, നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരല്ലേ, ഈ മണ്ണിൽ ജനിക്കാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. ഈ മണ്ണിൽ അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ ജനിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും സുന്ദരമായ ഭാഗ്യമാണ്. അള്ളാഹു നിലനിർത്തട്ടെ. അവരോടുള്ള സ്നേഹവും അവരോടുള്ള മഹബത്തും അള്ളാഹു നിലനിർത്തി തരുമാറായി.